ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചക്ക വെച്ച് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ഒട്ടും വിളയാത്ത ചക്കയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇടിച്ചക്കയ്ക്ക് ഉപയോഗിക്കുന്ന അതേ പരുവത്തിലുള്ള ചക്ക തന്നെ ഉപയോഗിക്കാം. ഈ എടുത്തിരിക്കുന്ന ചക്കയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചക്കയാണ് എടുത്തിരിക്കുന്നത്. ചക്ക മുറിച്ചെടുക്കുമ്പോഴുള്ള കറ നമുക്ക് ചകിരിയോ ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ച് മാറ്റിയെടുക്കാം. നമ്മുടെ കയ്യിൽ കറ പുരളാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ കത്തിയിലും കയ്യിലും നമുക്ക് പുരട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ആദ്യം മുറിച്ചെടുക്കാം. അതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ മുറിച്ചെടുത്തതെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കയിലുള്ള വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ചക്ക ഇട്ട് കൊടുക്കാം. 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു വിസിലടിക്കുന്നവർ വേവിച്ചെടുക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത വെള്ളം നമുക്ക് കളയണ്ട. നമുക്ക് കറിക്ക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. കറിക്ക് വേണ്ടി ഒരു 6 മീഡിയം വലിപ്പത്തിലുള്ള സവോള എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിക്ക് ആയതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള 2 എടുത്താലും മതി. സവോളയും തക്കാളിയും നീളത്തിലായിരിക്കും മാറ്റി വയ്ക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ആദ്യം ചക്ക നമുക്ക് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചക്കയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ചക്ക വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം സവോള വഴറ്റിയെടുക്കാനായിട്ട്. സവാള ഉപയോഗിക്കുന്ന ഏത് കറിക്കാണെങ്കിലും നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് സവാള നന്നായിട്ട് വഴറ്റി കിട്ടണം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലെ ഒരു പിടി ഞാൻ മല്ലിയിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതായി വറുത്ത് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചക്ക വേവിച്ചെടുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വരെ ആ ഗ്രേവി നന്നായിട്ട് കൊഴുത്ത് കിട്ടുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ വേണമെങ്കിലും വയ്ക്കാം. കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിക്ക് നന്നായിട്ട് കൊഴുത്ത് കിട്ടും. ഇതുപോലെ പാനിലാണ്ട് വെക്കുന്നതെങ്കിൽ കുറച്ച് സമയം തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഗ്രേവിയെല്ലാം നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.